ഹായ്, ഓഡോ വേർഷൻ 17 ഓഡോ വേർഷൻ 17 ഡെഫേർഡ് എക്സ്പെൻസസ് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അതെങ്ങനെ നോക്കാം. നമ്മൾ ആദ്യമായിട്ട് അക്കൗണ്ടിങ്ങിൽ പോയിട്ട് ഞാൻ ഒരു വെണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോസ്ട്രാക്ക് റിയൽ എസ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു വെയർ ഹൗസ് റെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കും. എൻ്റെ പ്രൊഡക്റ്റായിട്ട് വെയർ ഹൗസ് റെൻ്റ് റെൻ്റ് പ്രോഡക്റ്റായിട്ട് സർവീസ് ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻ്റേണൽ റെഫറൻസ് അഥവാ ഐറ്റം ഐ ഡി ആയിട്ട് വെയർ ഹൗസ് റെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അക്കൗണ്ട് ഓൾറെഡി എക്സിസ്റ്റ് പറയുന്നുണ്ട് വെയർ ഹൗസ് റെൻ്റ്. എനിവേ, അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഓക്കെ, വെയർ റെൻ്റ് എൻ്റെ അക്കൗണ്ടിങ്ങിൽ എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ റെൻറ്റിലേക്ക് കൊടുക്കും. ഓക്കെ, റെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം വെയർ ഹൗസ് എല്ലാം റെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഇൻറ്റേർണൽ റെഫറൻസ് നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുത്താം. വെയർ ഹൗസ് റെൻ്റ് ഫസ്റ്റ് എന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 2 ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനി ഇത്രയും പ്രൊഡക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഒരു വെയർ ഹൗസ് റെൻ്റ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സപ്ലയർ ഉണ്ട്. വെയർ ഹൗസ് മോസ്ട്രാക്ക് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് സപ്ലയർ ഉണ്ട്. ഇനി ആ സപ്ലയർ നമ്മൾക്ക് ഒരു ബില്ല് തരാണ്. അതായത് വെയർ ഹൗസിൻ്റെ റെൻറ്റ് തരാണ്. റെൻറ്റിന് ബില്ല് തരാണ്. ഇപ്പോൾ ഇവിടെ മോസ്ട്രാക്ക് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കമ്പനി ഓക്കെ, ഇവിടെ വെയർ ഹൗസ് മോസ്ട്രാക്ക് റിയൽ എസ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിലും അക്കൗണ്ട്സ് പേയബിൾ ലെഡ്ജറും പേയബിളും റെസീവബിളും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രശ്നമുള്ളത്. ചാർട്ട് ഓഫ് അക്കൗണ്ട് ഇല്ല എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് പേയബിൾ. ഓക്കെ, അത് ഡ്യൂപ്ലിക്കേഷൻ ലെഡ്ജർ ഉണ്ട്. എനിവേ, നമ്മൾ കാണിച്ച് കൊടുത്തു. ഇനി അക്കൗണ്ടിങ്ങിൽ വെണ്ടറിൽ ബില്ലിൽ പോകണം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതുകൊണ്ടാണ് അതങ്ങനെ വന്നിട്ടുള്ളത്. മോസ്ട്രാക്ക് സെലക്ട് ചെയ്യുന്നു. മോസ്ട്രാക്ക് റിയൽ എസ്റ്റേറ്റ് ആണ് നമുക്ക്. നമ്മൾ ഈ ബിൽ നമ്പർ ആദ്യം ഒന്ന് വായിക്കുക. കാരണം ഈ ഡേറ്റിനനുസരിച്ചിട്ട് ഇത് മാറുന്നതാണ്. നമ്മൾ ഡേറ്റിനനുസരിച്ച് മാറുന്നുണ്ട് മാറ്റി. സെപ്റ്റംബറിലാണ് ഈ ഡേറ്റ്. സെപ്റ്റംബർ 1 ഈ ബില്ല് ഞാൻ ബുക്ക് ചെയ്തത്. സെപ്റ്റംബർ 1 2023 സെപ്റ്റംബർ 1 ബുക്ക് ചെയ്തത്. അപ്പം നമ്പർ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ബിൽ റെഫറൻസ് ഉണ്ടെങ്കിൽ മോസ്ട്രാക്ക് എന്തെങ്കിലും ബില്ലിൻ്റെ അവരെ ബില്ലിൻ്റെ നമ്പർ. ഓക്കെ, റെസിപ്പൻ ബാങ്ക് പേയ്മെൻറ്റ് റെഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇവിടെ ഞാൻ അടിക്കാൻ പോകുന്നത് വെയർ ഹൗസ് റെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇതാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് എൻഡ് ഡേറ്റ് ഉണ്ട്. ഇതൊരു പക്ഷേ അത് ഇങ്ങനെ ഹൈഡ് ആയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് സ്റ്റാർട്ട് എൻഡും കാണണം. ഈ വെയർ ഹൗസ് റെൻ്റ് ഞാൻ 6 മാസത്തേക്കാണ് നടക്കുന്നത്. പക്ഷേ അത് ഏത് മാസം മുതലാണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഓക്കെ, ഡെഫേർഡ് എക്സ്പെൻസസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് സെപ്റ്റംബർ 1 കൊടുത്തു. അടുത്ത മാസം ഫെബ്രുവരി 29, 2024 വരെ 6 മാസവും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഓക്കെ, 6 മാസത്തേക്ക്. അപ്പം 6 മാസത്തേക്ക് ഞാൻ അത് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് 4500 കൊടുക്കുന്നു. ഓക്കെ, 4500 കൊടുക്കുമ്പോൾ 27,000 ആണ് നമ്മുടെ ടോട്ടൽ റെൻ്റ് വരുന്നത്. ഓക്കെ, അതിനെ സ്പ്ലിറ്റ് ചെയ്യും. സെപ്റ്റംബറിലേക്ക് ഓരോ മാസത്തേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമുക്ക് നോക്കാം. കൺഫേം അടിക്കുന്നു. കൺഫേം അടിക്കുമ്പോൾ ഇവിടെ ഡെഫേർഡ് എൻട്രീസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഡെഫേർഡ് എൻട്രീസ് അടിച്ചാൽ നമ്മുടെ ഡെഫേർഡ് എൻട്രീസ് നമ്മൾ ഓരോ ജേണലിൻ്റെയും ഓരോ മാസത്തെയും ജേണലും കാണാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നമ്മളിതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഈ വെണ്ടർ ബില്ല് കോപ്പി ചെയ്യാം. അക്കൗണ്ടിങ്ങിൽ ജേണൽ എൻട്രീസിലേക്ക് പോവാം. അതിനുശേഷം അവിടെ നമുക്കിപ്പോൾ ഇത് മാത്രം ഉള്ളതുകൊണ്ട് ഇത് ഫിൽറ്റർ ചെയ്തില്ലെങ്കിലും അതിനെ കാണും. അടിച്ചാൽ നമുക്ക് കാണാം ഇവിടെ. ഇനിയിപ്പം ഇത് ജനുവരിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ജനുവരി 30 ആയിട്ടില്ല, 31 ആയിട്ടില്ല. അതുകൊണ്ട് അത് പോസ്റ്റഡ് അല്ല. ഫെബ്രുവരിയിലതും പോസ്റ്റഡ്. ഈ 2 പോസ്റ്റഡ് അല്ല. മറ്റതൊക്കെ നമ്മൾ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ഇതൊക്കെ പാസ്റ്റ് ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഈ ഒരു സംഭവം, ബ്ലാങ്ക് ആയിട്ടുള്ള ഡാറ്റയിലാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ട്രയൽ ബാലൻസിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം.
ട്രയൽ ബാലൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡേറ്റ് ഫെബ്രുവരി 2023 കൊടുത്തു. ഡെഫേർഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എൻഡ് ബാലൻസ് നോക്കിയാൽ മതി. 9000 ഡെഫേർഡ് എക്സ്പെൻസസിൽ കിടക്കുന്നുണ്ട്. അതായത് ഇനിയും 9000 4500 വെച്ചിട്ട് രണ്ടെണ്ണം എൻട്രി പോസ്റ്റ് ആകാനുണ്ട്. അത് ഡെഫേർഡ് എക്സ്പെൻസസിൽ കിടക്കുന്നു. ഓക്കെ, അതേസമയം റെൻറ്റ് ഓൾറെഡി ഇത്രയും മാസത്തിനുള്ളിൽ 18000 അടച്ചു. അതേസമയം നമ്മൾ പാർട്ടിക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല, മോസ്ട്രാക്കിന് പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഓക്കെ, അത് അക്കൗണ്ട്സ് പാർട്ടിന് ലെഡ്ജർ അല്ലെങ്കിൽ ഏജ്ഡ് പേയബിൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോസ്ട്രാക്കിന് കൊടുക്കാനുള്ളതായിട്ട് കാണാം ഡേറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഡെഫേർഡ് എക്സ്പെൻസസ് ബോർഡ് വേർഷൻ 17 ബുക്ക് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വേർഷനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ.